ഹായ് ഓൾ. ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് മിനിയേച്ചർ നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ് കാണാൻ, അതേസമയം ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. സിംഗിൾ A4 വെച്ചിട്ടാണ് ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് A4 ആണ്. സിംഗിൾ ഒരു A4 വേണം. പിന്നെ മെഷർമെൻറ്റ് എടുക്കാൻ സ്കെയിൽ, കട്ട് ചെയ്യാൻ സിസേഴ്സിനെക്കാട്ടിലും ഞാൻ ഈ ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത് ബ്ലേഡാണ് കേട്ടോ. നല്ല പുതിയ ബ്ലേഡ് ഇട്ടാൽ മതി, ഇങ്ങനത്തെ കട്ടർ ഉണ്ടാവില്ല അത്. പിന്നെ ഗമ്മ്, മറ്റേ ഗമ്മിനെക്കാട്ടിലും ഇങ്ങനത്തെ ഫെവിസ്റ്റിക്ക് തന്നെയാണ് നല്ലത്. ഫസ്റ്റ് നമ്മുടെ A4 വെർട്ടിക്കലായിട്ട് ഹോൾഡ് ചെയ്യണം. റഫായിട്ട് ഹോൾഡ് ചെയ്ത് കുറച്ച് കെയർഫുള്ളായിട്ട് തന്നെ ഇത് ഹോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ ബെൻഡൊക്കെ നമ്മുടെ നെയിൽ വെച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്തതിന് ശേഷം മാർക്ക് ഇട്ടതിന് ശേഷം കട്ട് ചെയ്യാം. വീണ്ടും നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് വീണ്ടും കട്ട് ചെയ്യാം. നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്യണേ. നമ്മൾ സിസേഴ്സൊക്കെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ സൈഡൊക്കെ ചെരിഞ്ഞു പോകാനൊക്കെ അതുണ്ട്. അപ്പോൾ നമ്മുടെ നോട്ട്ബുക്ക് അത്ര നീറ്റായിരിക്കില്ല. അപ്പോൾ നമുക്കൊരു A4 4 ഷീറ്റാണ് കേട്ടോ കിട്ടുക. ലെങ്ത്തിലുള്ള 4 പേപ്പർ കിട്ടും. പിന്നെ വീണ്ടും നമ്മൾ അതിലത്തെ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് ഇതേപോലെ രണ്ടാക്കി ഫോൾഡ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഫോൾഡിങ്ങൊക്കെ നെയിൽ വെച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണേ. അതേപോലെ ഇതിനെ ഈ രണ്ടാക്കി ഫോൾഡ് ചെയ്തതിന് എഗെയിൻ ഒന്ന് ഫോൾഡ് ചെയ്യണം. ഇപ്പം നമ്മൾ 2 മടക്കുള്ള കാരണം ഫോൾഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഉള്ളിലത്തെ പേജ് വേറെ തരത്തിലും പുറത്തുള്ള പേജ് വേറെ ആവരുത് കേട്ടോ. എഗെയിൻ ഈ 4 ഫോൾഡ് ചെയ്തതിന് വീണ്ടും ഫോൾഡ് ചെയ്യണം. അപ്പോൾ ടോട്ടലി നമ്മൾ 3 തവണയാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. ഈ സമയത്തൊക്കെ നല്ലപോലെ ടൈറ്റ്, കാരണം 3 ലെയർ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത്രയും നീറ്റായിട്ട് ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. ഇതേപോലെ നമുക്ക് 4 പേജും ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ സിക്സാഗായിട്ട് മടക്കാം. നമ്മൾ ഒരേ ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്യാതെ ഒരു സൈഡ് ഇങ്ങോട്ടും അടുത്തത് അങ്ങോട്ടുമായിട്ട് ഇതുപോലെ സിക്സാഗായിട്ട് എല്ലാതും ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ജോയിൻ ചെയ്യണം. നമ്മുടെ ഫെവിസ്റ്റിക്കിൽ അത് വെച്ചിട്ട് ജോയിൻ ചെയ്താൽ മതി. ജോയിൻ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, നമുക്കിതെല്ലാം ഫോൾഡ് ചെയ്യുമ്പോൾ ഒരേ ബുക്ക് ഒരേപോലെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടണം. സിക്സാഗ് എന്നുള്ള പാറ്റേൺ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ഈ ഫെവിസ്റ്റിക്ക് വെച്ചിട്ട് എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. ആ ഒരു പേജിൽ കംപ്ലീറ്റ് ആയിട്ട് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ആ സിക്സാഗ് പാറ്റേൺ തെറ്റാതെ ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ പാറ്റേൺ വരുന്ന തരത്തിൽ നമുക്ക് ഈ 4 ഷീറ്റും കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബുക്ക് പോലെ വന്നിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ക്ലിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബുക്ക് ഇപ്പോൾ ഇങ്ങനെയാട്ടോ ഉണ്ടാവുക. അതിൻ്റെ 2 സൈഡും നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സൈഡ് നമുക്ക് ഓപ്പൺ ആയിട്ട് വേണ്ടും, മറ്റേ സൈഡ് നമുക്ക് ഗമ്മ് വെച്ച് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഏതാണോ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഫോൾഡിങ് വന്നിരിക്കുന്നത് അത് നമ്മുടെ ബുക്കിൻ്റെ ഓപ്പൺ സൈഡ് ആക്കിയിട്ട് മറ്റേ സൈഡിൽ ഇതേപോലെ ഗമ്മ് തേച്ചിട്ട് എല്ലാ പേജും ഒട്ടിച്ചു കൊടുക്കാം. ഏറ്റവും തറ്റത്തെയും ലാസ്റ്റത്തെയും പേജ് ഒട്ടിക്കേണ്ട, ബാക്കി എല്ലാ പേജും ഒട്ടിച്ചിട്ട് അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് പേപ്പർ ക്ലിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് സെറ്റാവുന്ന ടൈമിൽ നമുക്കിതിൻ്റെ കവർ ഉണ്ടാക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ ബ്രൗൺ ഷീറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പേപ്പർ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ മോള് ക്ലേ ആർട്ട് ചെയ്തതാണ്, മാഗ്നറ്റ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്. അപ്പോൾ അത് ഇവിടെ വീഡിയോയ്ക്ക് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കവർ കട്ട് ചെയ്യാം. 10 × 15 10 സെൻറ്റിമീറ്ററും 15 സെൻറ്റിമീറ്ററും ആട്ടോ നമ്മൾ ആ പേപ്പറിൻ്റെ സൈസ് എടുത്തിരിക്കണം. അപ്പോൾ അതിൽ കട്ട് ചെയ്തിട്ട് ഇതിനുള്ള കവർ ഉണ്ടാക്കാം. ഫസ്റ്റ് അതിനെ വെർട്ടിക്കലായിട്ട് ഫോൾഡ് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യേണ്ട, 2 എൻഡിലും ആ ഒരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു മാർക്ക് ഇട്ടാൽ മതി, നമ്മളവിടെ മാത്രം പ്രസ് ചെയ്താൽ മതി. അതിനുശേഷം ഈ 2 സൈഡിൽ നിന്നും ആ മാർക്ക് ടച്ച് ചെയ്യേണ്ട, അവിടെ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട്, അതായത് നമ്മുടെ ബുക്കിൻ്റെ ലെങ്ത്താണ് നോക്കേണ്ടത്. ബുക്കിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് ആ ഒരു മാർക്കിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഫോൾഡ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ബുക്ക് ഇങ്ങനെ വെച്ച് നോക്കാം. അപ്പോൾ ആ ഒരു അളവിൽ സെൻറ്റർ മാർക്ക് ചെയ്തതിന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. 2 സൈഡും ഇതേപോലെ ബുക്ക് വെച്ച് മെഷർ ചെയ്ത് നീറ്റായി ഫോൾഡ് ചെയ്തതിന് ശേഷം നെയിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ബുക്ക് സെൻറ്ററിൽ, നമ്മൾ ഉണ്ടാക്കിയ ബുക്ക് സെൻറ്ററിൽ വെച്ചിട്ട് അത് കറക്റ്റ് നീറ്റായിട്ട് ആ സെൻറ്ററിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ബുക്കിൻ്റെ ആ വിഡ്ത്ത് ഉണ്ടല്ലോ, ആ വിഡ്ത്തിൻ്റെ ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമുക്ക് ഇത് നടുവിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ ബുക്കിൻ്റെ വിഡ്ത്ത് എഡ്ജിൽ ഗ്യാപ്പ് ഇടുക. അതിനുശേഷം ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും ഇതേപോലെ ബുക്കിൻ്റെ വിഡ്ത്ത് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മുടെ ആ കവർ ഫോൾഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ നോട്ട് പേജസിന് ഇരിക്കാൻ പാകത്തിൽ നീറ്റായിട്ട്, കണ്ടില്ലേ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നീറ്റായിട്ടുള്ള ഒരു സ്പേസ് കിട്ടും. പിന്നെ നമ്മുടെ ബുക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ വീതി അതനുസരിച്ചിട്ട് നമ്മുടെ കവർ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബുക്കിനുള്ള ചട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നോട്ട്ബുക്ക് ഇതിൽ കവർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും ഗമ്മ് ചെയ്യാതെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അതിലത്തെ ഫസ്റ്റ് പേജ് എടുത്തിട്ട് നമ്മുടെ ഈ കവറിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗമില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ സിംഗിൾ പേജും വെച്ച് കൊടുക്കാനുണ്ടാവും, മറ്റേ സൈഡിൽ അങ്ങനെ ഇത് കണ്ടോ ഫോൾഡിങ് വരുന്നത്. അപ്പോൾ സിക്സാഗിൻ്റെ ഫോൾഡിങ് വരുന്ന പേജിൽ ആ 2 എണ്ണമായിട്ടുള്ളതാണ് ഒരു സൈഡിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ ക്യൂട്ടായിട്ടുള്ള മിനിയേച്ചർ നോട്ട്ബുക്ക് റെഡിയായി.
നല്ല ഭംഗിയാട്ടോ കാണാൻ. ഞാൻ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ നോട്ട്ബുക്കാട്ടോ. ഞാൻ മാത്രമല്ല, മോളും സ്കൂളിലെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്നത് ഇതാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പശയൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണമെന്നില്ല, അതില്ലെങ്കിലും നല്ല സെക്യൂർഡായിട്ട് നീറ്റായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ആ ഫോൾഡിംഗ് ഒക്കെ ഒന്ന് ടൈറ്റായി നീറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പേപ്പർ ക്ലിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സമയം അവളുടെ ഫ്രിഡ്ജ് മാഗ്നറ്റും ഇതൊക്കെ നോക്കിയിരുന്നപ്പോഴാണ് അതുപോലെ കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കാൻ തോന്നിയത്. പിന്നെ വേണ്ടാന്ന് തോന്നിയെങ്കിലും അപ്പം ഞാനത് ചെയ്തു. അങ്ങനെ കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുത്തു. അതിലും ഞാൻ നിർത്തിയില്ല, നമ്മുടെ പിങ്ക് മാർക്കർ എടുത്തിട്ട് നമ്മൾ 2 സൈഡിലും ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ ഗ്രീൻ കളറിന് പകരം യെല്ലോ കളർ ക്രാഫ്റ്റ് പേപ്പറാണ് യൂസ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി നല്ല ഭംഗി ഉണ്ടായിരുന്നേനെ കാണാൻ കേട്ടോ. നല്ല സ്മൈലി പോലെ നല്ല ക്യൂട്ടായിട്ടുണ്ടാവും. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല യെല്ലോ കളറ്. അങ്ങനെ നമ്മുടെ ബുക്കിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. എനിക്ക് പേഴ്സണലി ഗ്രീനെക്കാട്ടിലും ഇഷ്ടമായത് നമ്മുടെ ബ്രൗൺ പേപ്പർ വെച്ചുണ്ടാക്കിയ ബുക്കാണ് കേട്ടോ. ഇത് നമ്മുടെ ജേണൽ ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മുടെ ഈ ബ്രൗൺ ബുക്കിന് ഒന്നും കൂടി ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് നെയിം സ്ലിപ്പ് പോലത്തെ ചെറിയ ചെറിയ ഐറ്റംസ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ അതും കൂടി ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ശരിക്കുള്ള മിനിയേച്ചർ ടെക്സ്റ്റ് നോട്ട് ബുക്ക് പോലെ ഉണ്ടാവുമല്ലോ. ഇത് സെല്ലോ ടൈപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഈ ബുക്കിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ശരിക്കുള്ള ടെക്സ്റ്റ് നോട്ടൊക്കെ പോലെ ഫീൽ ചെയ്യുന്നില്ല നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച്. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇത് മോളുടെ ഐഡിയ ആണ് കേട്ടോ, ബാർബീനെ കൊണ്ട് വായിപ്പിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും താങ്ക് യു.